അങ്ങനെയുള്ള ചില തള്ളുകുട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ. അപ്പൊ അത്രയും പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കോംപ്രമൈസ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ട്രാൻസ്ജെൻഡറായ സീമ വിനീതും നിഷാന്തും ഒരുമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സീമ വിനീത് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഇതുപോലെ സീമയെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. ഞാനും നിഷാന്തും തമ്മിൽ പിരിയാൻ പോവുകയാണെന്നും പറഞ്ഞൊരു നീണ്ട കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നെ ജെൻഡർ അധിക്ഷേപവും അല്ലാണ്ട് പിന്നെ ഒരുപാട് മാനസികമായിട്ട് ശാരീരികമായിട്ടെന്ന് പറയുന്നില്ല, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറെ നാളായി ഉറങ്ങിയിട്ട് തന്നെ. പിന്നെ അതുപോലെ കുറെ നാൾ കൊണ്ട് ഞാൻ പിന്നെ ആൾക്കാരുടെ മുന്നിൽ മാതൃകാ ദമ്പതികളായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഞങ്ങൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഓരോ മനുഷ്യന് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പിരിയുവാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഈ പോസ്റ്റ് ഇട്ടത് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നിഷാന്തിനെതിരെ ഭയങ്കര രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു സീമ ആ കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത്. ഞാൻ ആ കുറിപ്പ് സൈഡിൽ കാണിക്കാം. നിഷാന്തിനൊപ്പമുള്ള ആ ഒരു ലൈഫ് തിരഞ്ഞെടുത്തത് വലിയൊരു അബദ്ധമായി പോയി. ഞങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കുറഞ്ഞ കാലയളവിൽ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. നിഷാന്തിൽ നിന്ന് യാതൊരുവിധ പരിഗണനയും റെസ്പെക്റ്റും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവഗണനയും ജെൻഡർ അധിക്ഷേപവും വ്യക്തിഹത്യയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു. മനസമാധാനത്തോടു കൂടി ഉറങ്ങിയിട്ട് ഒരുപാട് കാലമായി. അങ്ങനെ പോകുന്നു സീമയുടെ കുറിപ്പ്. ഇതൊക്കെ വായിക്കുന്ന ഒരാൾക്ക് എന്താണ് തോന്നുക? പാവ സീമ ഒരുപാട് അനുഭവിച്ചു, കഷ്ടമുണ്ട്. ഇതൊക്കെയല്ലേ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിന്റെയും അവസ്ഥ? ഇതൊക്കെ തന്നെയാണ്, പാവങ്ങൾ. എനിക്കും ഇതേ ആ ഒരു കാര്യം തന്നെയാണ് തോന്നിയത് കേട്ടോ. വേറൊരു കാര്യമുണ്ട്, ഇതിനു മുമ്പും നിഷാന്തിനെതിരെ പുള്ളിക്കാരി വേറൊരു കുറിപ്പുമായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേയും ഇതുപോലെ ഞങ്ങൾ പിരിയുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതത് ഇതുപോലെ തന്നെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് രജിസ്റ്റർ മാരേജ് ചെയ്തെല്ലാം സെറ്റായി കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഉടക്കി വീണ്ടും പോസ്റ്റ് ഇട്ടു, വീണ്ടും അത് റിമൂവ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിഷാന്തുമായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതോടെ എന്തായി, ഒരുപാട് പേർക്ക് സീമ വിനീതിനോടുള്ള വിശ്വാസം അങ്ങ് നഷ്ടമായി. ഒന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഓരോ പ്രാവശ്യവും ഇതുപോലെ ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ ഇനി തമ്മിൽ ഒരുമിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇടുന്നു, അത് റിമൂവ് ചെയ്യുന്നു, വീണ്ടും ഒരുമിക്കുന്നു, പിന്നെയും പോസ്റ്റുകൾ ഇടുന്നു, തമ്മിൽ പിരിഞ്ഞു, ഇനി ഒരു ബന്ധവും ഇല്ല, വീണ്ടും അത് റിമൂവ് ചെയ്യുന്നു, വീണ്ടും പോസ്റ്റ് രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടെ നിൽക്കുന്ന ഫോട്ടോസ് ഇടുന്നു. കാണുന്ന ആർക്കാണെങ്കിലും ദേഷ്യവും വരും, ഉള്ള വിശ്വാസം പോവുകയും ചെയ്യും. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നതിനുള്ള വിശദീകരണവുമായി സീമ വിനീത് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സീമയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. നിങ്ങൾ പിരിയാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേഷൻ സാമൂഹ്യ മാധ്യമത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം വേണ്ടായിരുന്നു, എടുത്തുചാട്ടമായി പോയി എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് നമ്മൾ എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് നമ്മൾ കിട്ടുന്ന എന്തും കൊണ്ടത് സോഷ്യൽ മീഡിയയിലിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കാതെ നമുക്ക് കുറച്ച് ചിന്തിച്ച്, അതെന്റെ സുഹൃത്തുക്കളായാലും പറഞ്ഞിട്ട് കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. പക്ഷെ ഭാഗ്യം ഇപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയല്ലോ. ഇനി മേലാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എഴുതി പിടിപ്പിക്കാൻ നിൽക്കണ്ട. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് സൗന്ദര്യ പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് വായ തോന്നിയതൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഒന്നാവും. നമ്മളെ മണ്ടന്മാരാക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്വതയില്ലായ്മയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി പക്വത കാണിക്കണം. വെറുതെ എന്തിനാണ് നിങ്ങളായിട്ട് തന്നെ എല്ലാരെയും വെറുപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നത് കൊണ്ട് അഥവാ നിങ്ങൾക്ക് ഇനി യഥാർത്ഥത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ പോലും ഇനി ആരും അതെന്തായാലും പെട്ടെന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ പുലി വരുന്നേ എന്ന് പറയുന്ന കഥയില്ലേ, അത് കേട്ടില്ലേ? അതുപോലെ ആവും ലാസ്റ്റ്. എന്തായാലും വെറുതെ അതിന് നിൽക്കണ്ട. ബാക്കി കൂടെ കേട്ടോ. പ്രണയവും വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹം എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയ രീതിയിലൊരു ഫംഗ്ഷൻ നടത്തണമെന്ന് ആൾക്കാർക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ആഗ്രഹമുള്ളതാണ്. അത് നമ്മളത് സമ്മതിച്ച കാര്യമാണ്. ഡേറ്റും ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. ജൂലൈയിലാണ് മാരേജ് ചെയ്യാനായിട്ട്. അതിനിടയിൽ ഡേറ്റും ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഈ വിവാഹം എന്ന് പറയുന്നതും വിശ്വസിക്കാമല്ലോ അല്ലേ? അതോ ഇനി അതും ഡേറ്റ് മാറ്റി പിണങ്ങി പിന്നെയും ഡിവോഴ്സ് ആയെന്നൊക്കെ വന്ന് പറയുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സീമ ചേച്ചിയുടെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹത്തിന് ക്ഷണം കിട്ടിയവരൊക്കെ എല്ലാവരും വിവാഹത്തിന് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സീമ ചേച്ചിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അതൊക്കെ മാറ്റി ഡേറ്റ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് വല്ലതും പറയുമോന്ന് അറിഞ്ഞില്ല. ഇനി
പുതിയ കുറിപ്പ് പോലെ ഇറങ്ങിയില്ലെന്ന് നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാണ് വണ്ടിക്കൂലി കളയുന്നത്? ബാക്കി ഇവിടെ കണ്ടുനോക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ചെറിയ ഒരു അങ്ങോട്ട് എന്താ പറയാ നമ്മള് സ്വര ചേർച്ചയില്ലായ്മകളും അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ്. അതെനിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടും തോന്നാറുണ്ട്, ചിലപ്പോൾ നല്ലതായിട്ടും തോന്നാറുണ്ട്. കാര്യങ്ങളും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്ന് ചില സമയങ്ങളിൽ എനിക്ക് ഉണ്ടല്ലേ. നല്ല കാര്യം. വീണ്ടും വിചാരം എപ്പോഴും നല്ലത് തന്നെയാ. ഇതുപോലെ ആളെ പറ്റിക്കുന്ന പരിപാടി കാണിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം ഓർക്കുന്നത് നല്ലതാണ്. എത്ര വലിയ എടുത്തുചാട്ടമാണെങ്കിലും ഇതൊക്കെ കുറച്ച് ഓവറാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകൾ ഞങ്ങൾക്കിടയിലും ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ സീമ ചേച്ചിയുടെ കുറിപ്പ് വായിച്ചു കഴിഞ്ഞാല് ഇത് ചെറിയ ഒരു കാര്യമല്ല എന്നാണ് അതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ ഒട്ടും ചേർന്ന് പോവില്ല എന്നാണ് തോന്നുന്നത്. ഒരു തവണയാണ് പോട്ടെന്ന് വെക്കുക, ഇങ്ങനെ വീണ്ടും 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 ഇത് ആവർത്തിക്കല്ലേ. നിങ്ങളും നിഷാന്തും തമ്മിൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പോസ്റ്റ് ഇടരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഇവിടെ കാണാം. അങ്ങനെയുള്ള ചില തള്ളുവിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾക്ക് രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത്. അത്രയധികം നമ്മൾ പറയില്ലേ, അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് രണ്ടുപേരുടെ. ആണല്ലേ. എന്തായാലും പറഞ്ഞു നന്നായി. കുറിപ്പ് വായിച്ചപ്പോഴത്തേക്കും ഹൃദയത്തിൽ ചേർത്ത് വെച്ച ബന്ധമായിട്ടല്ല നമുക്ക് തോന്നിയത്. അതിനകത്ത് എഴുതി വെച്ച ഒരു വരി അത് നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ മാതൃകാ ദമ്പതികളായിട്ട് അഭിനയിക്കുകയായിരുന്നു. അപ്പൊ ഇനിയും അത് തന്നെയല്ലേ ആവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇവിടെ കാണാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറുതായിട്ടൊരു എടുത്തുചാട്ടമുണ്ട്, പുള്ളിക്കാരനും ചെറിയൊരു എടുത്തുചാട്ടമുണ്ട്. അപ്പോ നമ്മള് പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമായി പോയി എന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വിത്തിൻ ഹവേഴ്സ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് കാര്യം, നമ്മളിപ്പോ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അത് ഒരു 2 മിനിറ്റ് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആ ഒരു മൊമെന്റിന് നമുക്ക് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ആൾക്കാരില്ലാത്തടത്തോളം കാലം നമ്മളെ എന്താ പറയുക, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമുക്കൊന്ന് ഇരുന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ടാവണം. പക്ഷെ എനിക്കങ്ങനെ വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള അങ്ങനെ പറഞ്ഞു തരാനുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ചെയ്യാൻ, അങ്ങനെയല്ല. ഞാനാണ് എനിക്കുള്ള തീരുമാനങ്ങളൊക്കെ ഇന്നുവരെ ഞാനാണ് എടുത്തത്. ജീവിതത്തിൽ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് സീമ ചേച്ചി പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഇതുവരെയുള്ള എല്ലാം തീരുമാനിക്കുന്നതും ചെയ്യുന്നതും എന്ന്. ഈ പറയുന്ന 2 കാര്യങ്ങളും തമ്മിൽ ഒട്ടും ചേരുന്നില്ലല്ലോ. ഇനിയിപ്പോ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സീമ ഒരു കാര്യം ഏറ്റെടുത്താൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ ആര് പറഞ്ഞാലും ചെവി കൊള്ളാൻ പോകുന്നില്ല എന്നാണ് സീമ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ ലേറ്റസ്റ്റ് ഫോട്ടോക്ക് അടിയിൽ വന്ന 1-2 കമന്റ്സ് ഉണ്ട്, അത് ഞാൻ വായിച്ചത്. ഇനി വഴക്കടിക്കുമ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ആക്കരുത് ചേച്ചി, ഇനി രണ്ടാളും തല്ലുകൂടിയാൽ ഫോൺ തൊട്ടുപോകരുത്, ബെസ്റ്റ് വിഷസ് എന്ന് പറയുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം തുറക്കരുതെന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് സീമ ചേച്ചി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ചെയ്തു പോകും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളോടല്ലേ പറയുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങളോടൊക്കെയാണ് ഇതെല്ലാം പറയാനുള്ളതെന്ന് പറഞ്ഞ് ഇതുപോലുള്ള കുറിപ്പ് ഇനിയും ഇടാനാണ് പാവെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന സപ്പോർട്ടൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നിങ്ങളുടെ ദാമ്പത്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറയാം. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒഫീഷ്യലി ഡിവോഴ്സ് ആകുമ്പോൾ അതെന്തായാലും നിങ്ങളുടെ ഫോളോവേഴ്സിനെ അറിയിക്കണം. അതിന് ഒന്നും ഒരു കുഴപ്പമില്ല. അതല്ലാണ്ട് ഈ തോന്നിയതും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വന്നിങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള സ്നേഹം ആൾക്കാരുടെ അടുത്തൊന്നും പോകത്തേ ഉള്ളൂ. എന്തായാലും ഗൈഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊന്നും പറയരുത്. ഈ കുറിപ്പ് എഴുതിയിട്ട് പിൻവലിച്ചതിന് ശേഷം ഒരുപാട് ആളുകളിൽ നിന്നും സീമ ചേച്ചിക്ക് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഭാവിയിൽ എടുത്തു ചാടുന്ന സമയത്ത് അതൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ബാക്കി ഇവിടെ കേട്ടു നോക്കാം. അപ്പൊ ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ ചില എടുത്ത തീരുമാനങ്ങൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ചില വ്യക്തിബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ എന്റെ വേറുള്ള കാര്യങ്ങളായാലും എനിക്കിങ്ങനെ തോന്നാറുണ്ട്, അത് വേണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മളൊന്ന് അവരുടെ തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ക്ഷമിച്ചു എടുത്തു കഴിഞ്ഞാല് നമ്മളെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് പീരീഡാണ്. കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കൂടി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ, നമ്മൾ വേറെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ നമുക്ക് പോകാൻ പറ്റും. നമുക്കൊന്ന് 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ നമുക്ക് പരസ്പരം തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുമെന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സീമ ചേച്ചി എന്തായാലും സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സീമ ചേച്ചി ചെയ്ത തെറ്റിനെ പുള്ളിക്കാരൻ ന്യായീകരിച്ചിട്ടില്ല. അതിനെന്തായാലും ഞാൻ സീമ ചേച്ചിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സീമ ചേച്ചിക്കും നിശാന്തിനും വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു. ഒരു ട്രാൻസ്ജെൻഡർ കുടുംബവുമായിട്ട് തലയുയർത്തി സമൂഹത്തിന് മുന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും സീമ ചേച്ചിക്ക് അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും മാതൃകയാകാൻ കഴിയട്ടെ. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ പൊളിച്ചെഴുതാൻ സാധിക്കട്ടെ. ആദ്യം ഈ എടുത്തുചാട്ടമൊക്കെ ഒന്ന് ഒഴിവാക്കണം.
എന്ന് മാത്രം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.